നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ 10-12 വയസ്സുള്ള 2 പെൺകുട്ടികൾ, അതും സഹോദരികൾ, അവരെ ധനേഷ് എന്ന നരാധവൻ പീഡിപ്പിച്ച കേസിൽ ഇപ്പോൾ ഈ കുട്ടികളുടെ അമ്മ റിമാൻഡിൽ. വെള്ളിയാഴ്ച അറസ്റ്റിലായ ഈ പെൺകുട്ടികളുടെ അമ്മയെ പെരുമ്പാവൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. പോക്സോ, ജുവനൈൽ ജസ്റ്റിസ് വകുപ്പുകൾ ചുമത്തിയാണ് അറസ്റ്റ്. പീഡന വിവരം അറിഞ്ഞിട്ടും മറച്ചുവെച്ചു. കുട്ടികളെ മദ്യം നിർബന്ധിച്ചു കുടിപ്പിച്ചു. കാമുകന് സ്വന്തം മക്കളെ കാഴ്ചവെച്ചു. അറസ്റ്റിലായ പ്രതി ധനേഷ് വീട്ടിലെത്തുമ്പോഴൊക്കെ നിർബന്ധിച്ച് ഈ പെൺകുട്ടികളെ മദ്യം കുടിപ്പിച്ചിരുന്നുവെന്നാണ് കുട്ടികൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ഈ സംഭവം പുറം ലോകത്തെത്തിച്ചത് ഇവരുടെ ക്ലാസ് ടീച്ചർ. മൂത്ത കുട്ടിയുടെ ക്ലാസ് ടീച്ചറിന് ചില സംശയങ്ങൾ തോന്നി. തുടർന്ന് ഈ പെൺകുട്ടിയിൽ നിന്ന് നിർണായകമായ ചില വിവരങ്ങൾ ടീച്ചർ ചോദിച്ചറിഞ്ഞു. അതിനിടയിലാണ് ഈ പെൺകുട്ടി തൻ്റെ കൂട്ടുകാരിക്കൊരു കത്തെഴുതുന്നത്. കത്ത് ക്ലാസ് ടീച്ചറുടെ കയ്യിലെത്തി. കൂട്ടുകാരി തന്നെയാണ് ക്ലാസ് ടീച്ചറുടെ കയ്യിൽ കത്ത് കൊടുത്തത്. ഇത്തരമൊരു കത്ത് എന്തുകൊണ്ടാണ് എഴുതിയത് എന്ന് പെൺകുട്ടിയെ വിളിച്ച് ക്ലാസ് ടീച്ചർ തിരക്കി. തൻ്റെ അച്ഛൻ 3 വർഷം മുമ്പ് മരിച്ചുപോയി. അന്നു മുതൽ തൻ്റെ വീട്ടിൽ വന്നു പോകുന്നു മറ്റൊരാൾ. രണ്ടാനച്ഛനൊന്നുമല്ല, അയാൾ ക്രൂരനാണ് എന്ന് മൂത്ത പെൺകുട്ടി ക്ലാസ് ടീച്ചറോട് പറഞ്ഞു. ധനേഷ് എന്നാണ് അയാളുടെ പേര്. അയാൾ എന്നോട് പറഞ്ഞു എൻ്റെ കൂട്ടുകാരിയെ അയാൾക്കൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണമെന്ന്. സമൂഹ മാധ്യമത്തിൽ കൂട്ടുകാരിയുടെ പടം കണ്ടാണ് ഇത്തരമൊരാവശ്യം തൻ്റെ മുന്നിൽ ഉന്നയിച്ചത്. വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ക്ലാസ് ടീച്ചർ നടുങ്ങി. തുടർന്ന് ഈ ടീച്ചർ തന്നെയാണ് പോലീസിൽ ഈ വിവരങ്ങൾ അറിയിക്കുന്നത്. പോലീസ് ആദ്യം നിരീക്ഷണം ഏർപ്പെടുത്തി. മൂത്ത പെൺകുട്ടിയെ വിളിച്ച് ക്ലാസ് ടീച്ചർ കാര്യങ്ങൾ തിരക്കിയപ്പോൾ എല്ലാം പെൺകുട്ടി ടീച്ചറോട് തുറന്നു പറഞ്ഞു. കഴിഞ്ഞ 3 വർഷമായി തങ്ങൾ നേരിടുന്നത് അതിക്രൂരമായ പീഡനമാണ്. നിങ്ങൾ പെൺകുട്ടികളെ ഉപദ്രവിക്കുന്ന വിവരം അമ്മയ്ക്കറിയാമോ എന്ന ചോദ്യത്തിന് മൂത്ത കുട്ടിയുടെ ഉത്തരം എല്ലാം അമ്മയ്ക്കറിയാം. അമ്മ തന്നെയാണ് അതിനുവേണ്ട എല്ലാ അവസരവും ഒരുക്കി കൊടുക്കുന്നത്. ഇതോടെ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി ക്ലാസ് ടീച്ചർ. തുടർന്നായിരുന്നു പോലീസിനോട് സംഭവത്തിൻ്റെ ഗൗരവം അതേപടി ധരിപ്പിച്ചതും. അമ്മയ്ക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നാണ് ഇപ്പോൾ ധനേഷ് പോലീസിന് മുന്നിൽ സമ്മതിച്ചിരിക്കുന്നത്. ധനേഷ് പറയുന്നത് ആ സ്ത്രീയെ ഒഴിവാക്കാനാണ് താൻ പെൺകുട്ടികളെ പീഡിപ്പിച്ചത്. ഇത് വിചിത്രമായ മറ്റൊരു വാദമാണ്. ഇക്കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളം പെൺകുട്ടികളുടെ അമ്മയെ പോലീസ് ചോദ്യം ചെയ്തു. ഏറ്റവും ഒടുവിലാണ് അറസ്റ്റ്. പെൺകുട്ടികളിപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ്. 3 വർഷം മുമ്പാണ് ഇവരുടെ പിതാവ് മരിച്ചത്. പിതാവ് അസുഖബാധിതനായി കിടന്നപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന വ്യക്തിയാണ് ധനേഷ് കുമാർ. അയാളുടെ പ്രായം 38 വയസ്സ്. പിതാവിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതുമൊക്കെ ഇയാൾ ഒരു സഹായിയായി കൂടി. ചികിത്സയ്ക്കിടയിൽ പിതാവ് മരിക്കുന്നു. പിന്നീട് ഇവരുടെ വീട്ടിലെത്തിയ ധനേഷ് കുമാർ അമ്മയുമായി ബന്ധം സ്ഥാപിക്കുന്നു. ധനേഷ് കുമാറിനെ കൂടാതെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് തനിക്ക് എന്ന് അമ്മ പിന്നീട് അടുപ്പമുള്ള ചിലരോടൊക്കെ പറഞ്ഞിരുന്നു. എല്ലാ വെള്ളിയാഴ്ച വൈകിട്ടും ധനേഷ് കുമാർ വീട്ടിലെത്തും. പിന്നീട് തിങ്കളാഴ്ചയാണ് അയാൾ മടങ്ങിപ്പോകുന്നത്. വരുന്ന ആ നിമിഷം മുതൽ അയാൾ മദ്യക്കുപ്പി വീട്ടിൽ കൊണ്ടുവരും. 2 പെൺകുട്ടികളെയും മദ്യം കുടിപ്പിക്കും. ഇപ്പോഴിതാ നടുക്കുന്ന ചില വാർത്തകൾ പുറത്തു വരുന്നു. ലൈംഗിക വൈകൃതമായിരുന്നു അയാളുടെ ഏറ്റവും മ്ലേച്ഛമായ പ്രവൃത്തി, അതും ആ കൊച്ചു പെൺകുട്ടികളോട്. അമ്മയെയും പെൺകുട്ടികളെയും ഒക്കെ വൈകൃതത്തിന് ഇയാൾ ഉപയോഗിച്ചിരുന്നുവെന്ന് പോലീസിന് കൃത്യമായി മനസ്സിലായി. പിതാവിൻ്റെ മരണശേഷം ആ കുടുംബത്തിൻ്റെ അവസ്ഥ പൂർണ്ണമായി ചൂഷണം ചെയ്യുകയായിരുന്നു ധനേഷ്. പിന്നീട് പെൺകുട്ടികളെ അയാൾ അടിമകളാക്കി മാറ്റി. മൂത്ത കുട്ടി ആദ്യം ഇയാളുടെ പീഡനങ്ങളോട് പുറം തിരിഞ്ഞു നിന്നു, ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ മൂത്ത കുട്ടിയെ ഇയാൾ മുഖമടച്ച് പലപ്പോഴും മർദ്ദിച്ചു. ഇത്തരം മർദ്ദനങ്ങൾക്ക് വേണ്ട എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അമ്മ തന്നെ. അങ്ങേര് പറയുന്നത് അനുസരിക്കുമോളെ എന്ന് പറഞ്ഞ അമ്മയും ഇത്തരം മർദ്ദനങ്ങൾ ആവർത്തിച്ചു. ഈ പെൺകുട്ടികളെ മാത്രമല്ല അവരുടെ സഹപാഠികളെ കൂടി വീട്ടിലേക്ക് കൊണ്ടുവരാൻ ധനേഷ് നിർബന്ധിച്ചത് അക്ഷരാർത്ഥത്തിൽ ക്ലാസ് ടീച്ചറെ ഞെട്ടിച്ചിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു വളരെ ശക്തമായ നീക്കം ക്ലാസ് ടീച്ചറുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ തന്നെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ ക്ലാസ് ടീച്ചറിനുണ്ടായിരുന്നു. അന്നൊക്കെ ഈ കുട്ടികളോട് ചോദിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഭയന്ന് പിന്മാറും. എന്നാൽ ഏറ്റവും ഒടുവിൽ നടന്നതൊക്കെ അവർ തുറന്നു പറഞ്ഞു. മനുഷ്യ മനസ്സാക്ഷി നടുക്കുന്ന ഇത്തരമൊരു സംഭവത്തിന് പിന്നാലെ എന്തുകൊണ്ട് സാംസ്കാരിക കേരളം ഇത്രയധികം മൗനം പാലിക്കുന്നു? എന്തുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ ഇത്ര ക്രൂരമായ സംഭവം നടന്നിട്ടും അതിനെതിരെ ധാർമ്മികമായി പ്രതികരിക്കുന്നില്ല?
ധനേഷ് കുമാർ എന്ന ഒരൊറ്റ വ്യക്തിയുടെ വൈകൃതം മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള ധനേഷ് കുമാർ വിഹരിക്കുന്നു. ഇത്തരം നരാധമന്മാരെ ഇനി പുറം ലോകം കാട്ടരുത്. അതിനുവേണ്ട നിയമ സംവിധാനങ്ങളാണ് നമുക്ക് ആവശ്യം. പോക്സോയും ജുവനൈൽ കേസുമൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴും മറുവശത്ത് ഇത്തരം ധനേഷ് കുമാർമാർ വിലസുന്നു. കുറുപ്പുംപടിയിൽ 10-12 വയസ്സുള്ള സഹോദരിമാർ പീഡനത്തിനിരയായതിനു പിന്നിൽ അമ്മയുടെ സ്വാധീനമാണ് എന്നത് ഈ സാംസ്കാരിക കേരളത്തെ കൂടുതൽ നാണിപ്പിക്കുന്നു. കുട്ടികളുടെ അമ്മയുടെ സുഹൃത്തായ അയ്യമ്പുഴ സ്വദേശി ധനേഷിനെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തതും പിന്നീട് അറസ്റ്റ് ചെയ്തതും അയാൾ റിമാൻഡിലാക്കപ്പെട്ടതും. കുറുപ്പംപടിക്കടുത്ത് വാടകയ്ക്ക് താമസിക്കുന്ന കുടുംബത്തിലെ കുട്ടികളാണ് പീഡനത്തിനിരയായത്. ഈ കുടുംബം തൊട്ടടുത്ത വീട്ടുകാരോട് അത്രമേൽ അടുപ്പം സൂക്ഷിക്കുന്നില്ല. നാട്ടുകാരും അയൽക്കാരുമായി വലിയ അടുപ്പമില്ല. അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെക്കുറിച്ച് അയൽക്കാർക്ക് വലിയ ധാരണയും ഉണ്ടായിരുന്നില്ല. 2023 മുതൽ ഇക്കഴിഞ്ഞ മാസം വരെ കുട്ടികളെ തുടർച്ചയായി പീഡിപ്പിച്ചുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇപ്പോൾ റിമാൻഡിലുള്ള പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് പറയുന്നത്. ശക്തമായ ചോദ്യം ചെയ്യലിൽ കൂടുതൽ വസ്തുതകൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് പോലീസ് കരുതുന്നു. കേരള മനസ്സാക്ഷിയെ നടക്കുന്ന ഇത്തരമൊരു സംഭവം പുറത്തു വന്നിട്ടും ഇതിനർഹിക്കുന്ന പ്രാധാന്യം കേരളത്തിലെ മാധ്യമങ്ങൾ നൽകുന്നില്ല. സാധാരണ ഇത്തരം ക്രൂര സംഭവങ്ങൾ പുറത്തു വരുന്നതിന് തൊട്ടു പിന്നാലെ പ്രതിയുടെ രാഷ്ട്രീയമൊക്കെ നോക്കി അഭിപ്രായം പറയുന്ന ചില കൂട്ടരുണ്ട് കേരളത്തിൽ. അവരൊക്കെ നിസ്സംഗരായി നിൽക്കുന്നു. മുൻപൊരിക്കൽ വാളയാറിൽ സമാനമായ ഒരു ക്രൂരത നമ്മൾ കണ്ടതാണ്. എന്നാൽ അതിനേക്കാളൊക്കെ എത്രമേൽ ഭയാനകമാണ് ഇപ്പോൾ കുറുപ്പംപടിയിൽ സംഭവിച്ച ഈ കൂട്ടപീഡനം. പിതാവിൻ്റെ മരണസമയം മുതൽ അമ്മയുമായുള്ള ധനേഷിൻ്റെ പരിചയം, അതാണ് ആ കുട്ടികൾക്ക് ഇത്രമേൽ വിനയായത്. എന്നാൽ അമ്മയുമായുള്ള സൗഹൃദം മാത്രമല്ല, കാമുകനെ നിലനിർത്താൻ ആ സ്ത്രീ ചെയ്ത കൊടും പാതകമാണ് നമ്മെ കൂടുതൽ നടുക്കുന്നത്. കുട്ടികളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അടുപ്പം കൂടുതൽ ആഴത്തിലുള്ളതായി എന്ന് സ്ത്രീ ഇക്കഴിഞ്ഞ ദിവസം പോലീസിനോട് സമ്മതിച്ചു. അയാൾ പിരിഞ്ഞു പോകാതിരിക്കാനാണ് താൻ കുട്ടികളുമായുള്ള സൗഹൃദം അനുവദിച്ചതെന്ന് ഈ സ്ത്രീ പോലീസിന് മുന്നിൽ ഒരു കൂസലുമില്ലാതെ വിളമ്പി. അച്ഛനെ പോലെ ഇടപഴകും എന്ന് കുട്ടികളെ ആദ്യം പറഞ്ഞു വിശ്വസിപ്പിച്ചു ഈ അമ്മ. എന്നാൽ പിന്നീട് ഇയാളുടെ തനിനിറം ബോധ്യമായിട്ടും അതിനൊക്കെ ഒത്താശ ചെയ്യുകയാണ് ഈ സ്ത്രീ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇവർ ദയ അർഹിക്കുന്നില്ല. ശിശുക്ഷേമ സമിതിയിലെത്തിയ കുട്ടികൾ ഇപ്പോൾ നടന്ന കാര്യങ്ങളൊക്കെ തുറന്ന് പോലീസിനോട് മാത്രമല്ല തങ്ങളുടെ അധ്യാപകരോടും കൃത്യമായി പറയുന്നു. മനുഷ്യ മനസ്സാക്ഷി നടക്കുന്ന ഈ സംഭവങ്ങൾ പുറത്തു വന്നിട്ടും എന്തുകൊണ്ടാണ് കേരളം ഇത്രമേൽ നിസ്സംഗമായി നിൽക്കുന്നത്? ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.